ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ബോട്ടിൽ ആർട്ടാണ്. കുറേ ദിവസങ്ങൾക്ക് ശേഷം ഒരു ബോട്ടിൽ ആർട്ട് ചെയ്യാൻ പോവുകയാണ്. അതിലേക്കായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഇതുപോലൊരു കുപ്പിയാണ്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു മിക്സ്ചറാണ്. ഇത് ഞാൻ ഫെവിക്കോളും വെള്ളവും ഈക്വൽ എമൗണ്ടിൽ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മിക്സ്ചറാണ്. ഇനി നമുക്ക് ടിഷ്യൂ പേപ്പർ വേണം, പിന്നെ കുറച്ച് കളേഴ്സ്, വാർണിഷ്, ഇത്രയൊക്കെയാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ഈ ടിഷ്യൂ പേപ്പർ ചെറുതായിട്ടൊന്ന് കൈകൊണ്ട് ചുരുട്ടിയെടുക്കാം. ഇതൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ആവശ്യമുള്ള ടിഷ്യൂ പേപ്പേഴ്സ് കൈകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചുരുട്ടിയെടുത്താൽ മതി. ഇനി നമുക്ക് ഈ ടിഷ്യൂ പേപ്പർ ഈ കുപ്പിയിലൊക്കെ ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഈ ഗം ലിക്വിഡ് യൂസ് ചെയ്തിട്ട് ബ്രഷ് വെച്ച് ചെറുതായിട്ടൊന്ന് അടിച്ചു കൊടുത്തതിന് ശേഷം, ഇത് ഭയങ്കര ലിക്വിഡി ആയിരിക്കും, ഒഴുകി പോകാൻ ചാൻസ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് തേച്ചിട്ട് ശേഷം ഓരോ പേപ്പേഴ്സായിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ അവിടെ ഇരുന്നോളും. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒന്നും കൂടി ഈ ലിക്വിഡ് തേച്ച് കൊടുക്കുക. നന്നായിട്ട് ഒട്ടിയിരിക്കുന്നവരെ തേച്ച് കൊടുക്കുക. പക്ഷേ ഒരുപാട് പ്രസ് ചെയ്യാൻ പാടില്ല, പേപ്പർ കീറിപ്പോവും. ഇതുപോലെ കുപ്പി ഫുള്ളായിട്ട് നമ്മൾ കവർ ചെയ്തെടുക്കുകയാണ്. ഫസ്റ്റ് കോർണേഴ്സ് ഒന്ന് കവർ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ സെൻറ്റർ പോർഷനൊക്കെ നന്നായിട്ട് കവർ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ മുഴുവനായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഉണങ്ങി വരണം. അത് ഒരു ദിവസം നമ്മൾ മാറ്റി വയ്ക്കണം ഉണങ്ങാനായിട്ട്. നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രമേ നമുക്ക് പെയിൻ്റ് അടിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഞാൻ നന്നായിട്ട് ഉണക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ പെയിൻ്റ് അടിക്കാം. ഫസ്റ്റ് ഞാനൊരു വൈറ്റ് പെയിൻറ്റ് യൂസ് ചെയ്ത് റൗണ്ട് ഷേപ്പിൽ അടിച്ചെടുക്കുന്നുണ്ട്. ഇത് ഞാനൊരു നിലാവാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിൽ ചന്ദ്രനെയാണ് ഞാനിപ്പോൾ വരയ്ക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നിലാവെന്ന് പറയുമ്പോൾ നമുക്ക് ബ്ലൂ കളർ മിക്സ് ചെയ്താണ് ചെയ്യാൻ. അപ്പോൾ ഞാൻ വൈറ്റിൽ തന്നെ, എനിക്ക് ഈ ഒരു ബ്ലൂ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു ലൈറ്റ് ബ്ലൂ കിട്ടാൻ വേണ്ടി ഞാൻ വൈറ്റുമായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു വളരെ ലൈറ്റായിട്ടുള്ളൊരു ബ്ലൂ ഞാനിപ്പോൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ സർക്കിളിന് ചുറ്റുമായിട്ട് ഞാൻ അതും കൂടി അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു കളർ സ്പ്രെഡ് ചെയ്യുന്നൊരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ആ റൗണ്ടിന് ചുറ്റുമായിട്ട് ലൈറ്റ് ബ്ലൂ ആണ്. ഇനി ഞാൻ ആ ഡാർക്ക് ബ്ലൂ തന്നെ ഡയറക്റ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ആ ഒരു വൈറ്റിൽ നിന്ന് ലൈറ്റ് ബ്ലൂ, ദെൻ ഒരു ഡാർക്ക് ബ്ലൂ സ്പ്രെഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. നമുക്ക് നിലാവിലെ ഈ സീനറീസൊക്കെ കണ്ടിട്ടില്ലേ, അതേമാതിരി ആയിരിക്കും ഇത്. അപ്പോൾ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഏറ്റവും താഴത്തെ പോർഷനും സൈഡൊക്കെ ബ്ലാക്ക് വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അതൊരു രാത്രിയുടെ എഫക്റ്റ് കിട്ടാൻ കൂടി വേണ്ടിയിട്ടാണ്. എല്ലാം കൂടി വരച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് തന്നെ അത് മനസ്സിലാവും. നല്ലൊരു നിലാവിൻ്റെ സീനറി ആയിരിക്കും. പിന്നെ നമുക്കൊരു ചെറിയ മരം കൂടി വരച്ച് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ബ്രഷിൻ്റെ എൻഡ് പോർഷൻ വച്ചിട്ടാണ് വരയ്ക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ 0 സൈസ് ബ്രഷ് ഉണ്ടെങ്കിൽ അതായിരിക്കും ബെറ്റർ. നന്നായിട്ട് പോയിൻ്റ് ചെയ്ത് വരയ്ക്കാൻ 0 സൈസ് ബ്രഷാണ് നല്ലത്. അപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ ഇത് വെച്ചിട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിൽ ആർട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാനിങ്ങനെ ബോട്ടിൽ ആർട്ടിന് വേണ്ടിയിട്ട് ഓരോ സാധനങ്ങൾ വാങ്ങിച്ച് വയ്ക്കാറില്ല. എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഓരോന്ന് ചെയ്യാൻ നോക്കുന്നത്. എല്ലാവർക്കും എല്ലാം വാങ്ങിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് ഉള്ള സാധനം വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ബ്രാഞ്ചസ് ഒക്കെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് വരച്ചു കൊടുക്കാം. ഇപ്പം തന്നെ ആ ചന്ദ്രൻ്റെ സെൻട്രൽ പോർഷനിലായിട്ട് വരുന്ന കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത് വെച്ച് ഈ ബ്രഷ് വെച്ച് തന്നെ ഒന്ന് സ്റ്റെമ്മൊക്കെ ഡാർക്കൻ ചെയ്ത് കൊടുക്കുന്നു. പിന്നെ ഞാൻ ചെയ്യാൻ പോകുന്ന ഈ ബ്രഷിൻ്റെ തന്നെ തുമ്പ് പോർഷൻ വെച്ചിട്ട് ഞാൻ ഈ വൈറ്റ് ഇതിൽ കളറിൽ മുക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഡോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഒരു നിലാവത്ത് നക്ഷത്രങ്ങൾ മിന്നി നിൽക്കുന്ന ഒരു എഫക്റ്റ് നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഈ കുപ്പിയുടെ മുകൾ ഭാഗത്തു കൂടി എന്തെങ്കിലും വെച്ച് കവർ ചെയ്ത് കൊടുക്കാം. ഈ ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്ത് തന്നെ ഞാൻ കവർ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് ചരടൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഈ ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്ത് തന്നെ ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുത്ത് അതൊന്ന് ചുരുട്ടിയെടുത്താൽ മതി. കൈകൊണ്ട് തന്നെ നന്നായിട്ട് ചുരുട്ടിയെടുക്കുക. എടുത്ത ശേഷം ഇങ്ങനെ ഞാനൊരു 4-5 ടിഷ്യൂ പേപ്പർ ഇങ്ങനെ ചുരുട്ടിയെടുത്തിട്ടുണ്ട്. ഒരു തിരി പോലെ ആക്കിയെടുക്കുക. ഇത് നമുക്ക് ഇവിടെ ഒട്ടിച്ചു കൊടുക്കാം. അത് നമ്മൾ ഗം യൂസ് ചെയ്ത് തന്നെ ഇത് നന്നായിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഞാൻ ആ തിരിയിൽ പ്രത്യേകിച്ച് പശയൊന്നും യൂസ് ചെയ്തിട്ടില്ല. ഇത് ഞാൻ അത് വെച്ച് തന്നെ ഡയറക്റ്റ് ഒട്ടിക്കുവാണ്. നമുക്ക് ഒരു ചരടൊക്കെ വെച്ച് കെട്ടുന്ന ഒരു ഫീൽ തന്നെ നമുക്കതിന് കിട്ടും. നന്നായിട്ട് പെർഫെക്റ്റായിട്ട് ഒട്ടിച്ചെടുത്താൽ മാത്രം മതി. ഇതുപോലെ നന്നായിട്ട് ഒട്ടിച്ചെടുക്കുക. അതിപ്പോൾ തന്നെ കണ്ടില്ലേ, ടിഷ്യൂ പേപ്പർ ആണെന്ന് ആരും പറയില്ല. സത്യം പറഞ്ഞാൽ അത് നല്ല ഒരു ചരടിൻ്റെ ഒരു എഫക്റ്റ് തന്നെ നമുക്ക് തരും. അപ്പോൾ നന്നായിട്ട് ചുറ്റിച്ചെടുക്കുക.
അപ്പോൾ ഞാൻ മുഴുവനും ഇവിടെ ചുറ്റി എടുത്തിട്ടുണ്ട്. ചെറിയൊരു ചരിവുണ്ട് എങ്കിലും കുഴപ്പമില്ല. ഇതിലേക്ക് ഞാൻ ബ്ലാക്ക് കളർ പെയിൻ്റാണ് അടിച്ചു കൊടുക്കുന്നത്. ഫുള്ളായിട്ട് അടിക്കണം എന്നില്ല. നമ്മൾ താഴെ ടിഷ്യൂ പേപ്പറിൽ അടിക്കുമ്പോൾ ഉള്ള ഒരു എഫക്റ്റ് തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ആ മോൾ ഭാഗം മാത്രം ഒന്ന് അടിച്ചു കൊടുക്കുക. ചെറുതായിട്ട് വൈറ്റ് കാണുന്നതാണ് അതിൻ്റെ ഒരു ഭംഗി. ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്യണം അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇപ്പം തന്നെ നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബോട്ടിലായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീട്ടിലെല്ലാവരും ചെയ്തു നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച്.